ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കാർസ് 360. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടാറ്റയുടെ ഏറ്റവും കുഞ്ഞ ഹാച്ച് ബാക്കായ ടിയാഗോയുമായിട്ടാണ്. 20 വേരിയൻറ്റുകളായിട്ടാണ് ടിയാഗോ അവൈലബിൾ ആയിട്ടുള്ളത്. എഞ്ചിനിലേക്ക് കടക്കുകയാണെങ്കിൽ 1200cc 3 സിലിണ്ടറും 85 bhp പവറും 113 Nm ടോർക്കുമാണുള്ളത്. AMT ഗിയർ ഷിഫ്റ്റിങ്ങിലും മാനുവൽ ട്രാൻസ്മിഷനിലും ടിയാഗോ അവൈലബിൾ ആണ്. 19 km മൈലേജാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ജനറേഷനിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ മാത്രമേ ടാറ്റ ടിയാഗോയിൽ കൊണ്ടുവന്നിട്ടുള്ളൂ. ഹാലോജൻ പ്രൊജക്ടർ ഹെഡ്ലൈറ്റും DRLും ഹാലോജൻ ഫോഗ് ലൈറ്റുമാണ് വരുന്നത്. പിന്നെ വളരെ ഭംഗിയുള്ള എലമെൻസും ടിയാഗോയിൽ പലയിടങ്ങളിലായി നമുക്ക് കാണാവുന്നതാണ്. സൈഡിലേക്ക് വരുമ്പോൾ ഈ സെഗ്മെൻറ്റിലെ വണ്ടികളേക്കാൾ വളരെ ഭംഗിയുള്ള അലോയ് വീൽസ് തന്നെയാണ് ടിയാഗോയുടെ ടോപ്പ് വേരിയൻറ്റിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ക്രോം ഡോർ ഹാൻഡിൽസും ബോഡി കളർ ഡോർ ഹാൻഡിൽസും ടിയാഗോയ്ക്ക് അവൈലബിൾ ആണ്. പിന്നെ വളരെ ഭംഗിയുള്ള ബ്ലാക്ക് മിറേഴ്സും വിത്ത് ഇൻഡിക്കേറ്റേഴ്സുമാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഫ്യൂവൽ ലിഡ് വരുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ ഈ സെഗ്മെൻറ്റിലെ എല്ലാ വണ്ടികളിലും കണ്ടുവരുന്ന ഡീഫോഗറും റിയർ വൈപ്പറും ടിയാഗോയ്ക്കും അവൈലബിൾ ആണ്. പിന്നെ റിയർ ടെയിൽ ലൈറ്റും മറ്റും ഹാലോജനായിട്ടാണ് വരുന്നത്. പിന്നെ ഒരു ഹാച്ച് ബാക്ക് ആയതുകൊണ്ട് തന്നെ സ്കഫ് പ്ലേറ്റും മറ്റും ടിയാഗോയ്ക്ക് ടാറ്റ നൽകിയില്ല. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഒരു പ്രീമിയം ഫിനിഷുള്ള ഇൻറ്റീരിയർ തന്നെയാണ് ടിയാഗോയ്ക്ക് ടാറ്റ നൽകിയിട്ടുള്ളത്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വിത്ത് കൺട്രോൾസും 7-inch ടച്ച് സ്ക്രീനുമാണ് കീ ഫീച്ചേഴ്സ്. പിന്നെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഹാർമൻ്റെ 8 സ്പീക്കറാണെന്ന മ്യൂസിക് സിസ്റ്റവും ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും കൂൾഡ് ഗ്ലോ ബോക്സും ഒക്കെ തന്നെയാണ് മറ്റ് ഫീച്ചേഴ്സായിട്ട് പറയാനുള്ളത്. പിന്നെ ടാറ്റ ടിയാഗോയിൽ അൺഅവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഹാൻഡ് റെസ്റ്റ്, ക്രൂയിസ് കൺട്രോൾ എന്നിങ്ങനെയുള്ള ഫീച്ചേഴ്സൊന്നും ടിയാഗോയിൽ അവൈലബിൾ അല്ല. റിയർ സീറ്റിലേക്ക് വരുമ്പോൾ 8 ലക്ഷം എക്സ്-ഷോറൂം പ്രൈസ് വരുന്ന വണ്ടികൾ കണ്ടുവരുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, ഹാൻഡ് റെസ്റ്റ്, റിയർ AC വെൻ്റ് എന്നീ ഫീച്ചേഴ്സൊന്നും ടിയാഗോയിൽ അവൈലബിൾ അല്ല എന്നത് വലിയൊരു പോരായ്മയായി തോന്നുന്നുണ്ട്. പിന്നെ അത്യാവശ്യം കംഫർട്ട് വരുന്ന സീറ്റൊക്കെ തന്നെയാണ് ടിയാഗോയിൽ വരുന്നത്. പിന്നെ ആവശ്യത്തിന് ഹെഡ് റൂമും ലെഗ് സ്പേസും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. റിയർ സീറ്റ് ഫുൾ ഫോൾഡിംഗ് മാത്രമേ ഉള്ളൂ. 60-40 സ്പ്ലിറ്റ് അവൈലബിൾ അല്ല. പിന്നെ മോശമല്ലാത്ത 252 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ടിയാഗോയ്ക്ക് ടാറ്റ നൽകിയിരിക്കുന്നത്. സേഫ്റ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ എല്ലാ ടാറ്റയുടെ വണ്ടികളിലും ഉള്ളതുപോലെ ഒരു പൊടിക്ക് താഴെയായി 4 സ്റ്റാർ റേറ്റിംഗാണ് ടിയാഗോ കരസ്ഥമാക്കിയിരിക്കുന്നത്. അതും 2 എയർ ബാഗുകൾ മാത്രമേ ടിയാഗോയുടെ എല്ലാ വേരിയൻറ്റുകളിലും അവൈലബിൾ ആയിട്ടുള്ളത്. 5.65 ലക്ഷം മുതൽ 8.90 ലക്ഷം വരെ എക്സ്-ഷോറൂം വരെ വരുന്ന ടിയാഗോ 2023 കണക്കുപ്രകാരം 5 ലക്ഷം കാറുകളാണ് ഇന്ത്യയിൽ വിറ്റുപോയത്. കാരണം നല്ല സേഫ്റ്റിയും അത്യാവശ്യം ഫീച്ചേഴ്സും അഫോർഡബിളായ പൈസയ്ക്ക് വിൽക്കുന്നത് കൊണ്ടാണ്. ഈ പ്രൈസ് റേഞ്ചിൽ ബാക്കിയുള്ള വണ്ടികളിലൊന്നും കിട്ടാത്ത സേഫ്റ്റിയാണ് ടിയാഗോ കൈവരിച്ചിരിക്കുന്നത്. ഓവറോൾ പറയുകയാണെങ്കിൽ ഫാമിലിക്കും ചെറിയ പൈസയ്ക്ക് വാഹനം വാങ്ങാൻ നോക്കുന്നവർക്കും ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് ടിയാഗോ. പക്ഷേ പെർഫോമൻസ് വൈസ് നോക്കാതിരിക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ ടിയാഗോയെ പറ്റി എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായൊക്കെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.